ജി കൃഷ്ണകുമാർ ബി.ജെ.പി. നേതാവാണ്, സിനിമാ നടനാണ്, വളരെ നല്ലൊരു ഗൃഹനാഥനാണ്. അദ്ദേഹം പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ സമൂഹമെങ്ങും അംഗീകരിക്കപ്പെടുന്ന ഒരു അച്ഛൻ പരിവേഷത്തിന് ഉടമ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാപനത്തിലൊരു ക്രമക്കേട് നടന്നപ്പോൾ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുകയും മകളെ സംരക്ഷിക്കാൻ ഒപ്പം പ്രത്യേകിച്ച് അഹാനയൊക്കെ അവരുടെ സഹോദരിയൊക്കെ നിന്ന് ആ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം പരാതി കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവർ കുഴിച്ച കുഴിയിൽ അവർ വീണു എന്ന് പറഞ്ഞത് അവർ ചില അപകടങ്ങൾ കാണിച്ചു വെച്ചു. ഇവരെ ഇങ്ങനെ അതായത് പ്രതിസ്ഥാനത്തുള്ള ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവരെ വിളിച്ചു വരുത്തി അവരുടെ മോശം രീതിയിൽ അവരോട് സംസാരിച്ചു. അതൊക്കെ അവർ കുഴിച്ച കുഴിയാണ്. അങ്ങനെ ആ ഇമേജിനൊരു ഡാമേജ് ഉണ്ടായെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. കൃഷ്ണകുമാറിനും ദിയയ്ക്കും അനുകൂലമായ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. കൃഷ്ണകുമാറിന് ആശ്വാസം തന്നെയാണ്. ഞാൻ പറയാൻ വന്നത് കേസിനെ കുറിച്ചല്ല, ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു, എൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതായത് ബി.ജെ.പി. നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും തകിടം മറിക്കുക എന്ന് എൻ്റെ പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നതായി ഞാൻ സംശയിക്കുന്നു. അദ്ദേഹം CPM-കാരെ പരാതി പറഞ്ഞില്ല, മാധ്യമങ്ങളെ പരാതി പറഞ്ഞില്ല, പോലീസിനെ പഴി പറഞ്ഞില്ല, മുഖ്യമന്ത്രിയെ പഴി പറഞ്ഞില്ല. കൃഷ്ണകുമാർ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, ഒന്ന് തകർന്നു കാണാൻ, ഞാനൊന്ന് തകർന്നു കാണാൻ, എന്നെ കുഴിയിലേക്ക് എടുക്കുന്നത് കാണാൻ എൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ ആഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇന്നലെ കൃഷ്ണകുമാർ പറഞ്ഞു. വളരെ ദയനീയമാണ് ബി.ജെ.പി.കാരെ. എന്തിനാണ് അദ്ദേഹത്തോട് ഈ പുച്ഛം തോന്നുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ശത്രുത തോന്നുന്നത്? അദ്ദേഹം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, നടനാണ്, നേതാവാണ്. അദ്ദേഹത്തോട് പാർട്ടി പറയുന്നു, നിങ്ങൾ കൊല്ലത്ത് മത്സരിക്കണം. ജി കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിച്ചു. നിങ്ങൾ നേമത്ത് മത്സരിക്കണം, അതായത് O രാജഗോപാൽ ജയിച്ച സ്ഥലത്ത് അവിടെ മത്സരിക്കണം. ഉടനെ അദ്ദേഹം അവിടെയും മത്സരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ പാർട്ടി നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു. ഇതൊന്നും പാർട്ടിയിലെ ചില ആളുകൾ, ഈ സീറ്റൊക്കെ വ്യാമോഹിച്ചിരുന്ന ആളുകൾക്ക് ഇഷ്ടമല്ല. അവര് തനിക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, തന്നെ എങ്ങനെ താറടിക്കാം, തൻ്റെ കുടുംബത്തെ എങ്ങനെ തകർക്കാമെന്ന് താറടിക്കുന്നുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുന്നു. അപ്പോൾ ബി.ജെ.പി.കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്ന് കൃഷ്ണകുമാർ തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. എങ്കിലും ബി.ജെ.പി.കാരെ, നിങ്ങൾക്കൊപ്പമുള്ള മനുഷ്യനല്ലേ, നിങ്ങൾക്കൊപ്പമുള്ള നേതാവല്ല, അദ്ദേഹത്തെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തരുത്. പ്രത്യേകിച്ച് ഈ കയ്യിൽ നിന്ന് ഈ കഷ്ടപ്പെട്ട് ഓരോന്ന് സ്വരുക്കൂട്ടി വരുന്ന ആളിൽ നിന്ന് ഒരു രൂപ പോയാലും അത് വളരെ വലിയ വിഷമം തന്നെയാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അത്തരം വാക്കുകളും വാദഗതികളും ഒക്കെ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാനിതിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. കൃഷ്ണകുമാർ എന്നിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് വിശ്വാസമാണ്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്ന്. പോലീസിനെ കുറിച്ചും പരാതിയില്ല, പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ തെളിഞ്ഞത്. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു ഈ കേസിൽ. ബാങ്കിന്റെ ഈ OBOC എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ഉള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദിയയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ 3 പെൺകുട്ടികളുടെ ആരോപണ വിനീത, രാധിക എന്ന് തുടങ്ങിയ ആളുകളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വലിയ തോതിലുള്ള SBI ബ്രാഞ്ചിലാണ്. അതെടുത്ത് പരിശോധിച്ചു. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്നത് പോലെ ഭീമമായ തുക വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെ ATM-ൽ നിന്ന് പണം പിൻവലിച്ച് ദിയയ്ക്ക് കൊടുത്തതായി രേഖകളില്ല. അപ്പോൾ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ 3 യുവതികളും അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ ഈ ദിയ പറഞ്ഞതുപോലെ QR കോഡ് മാറ്റി അവരുടെ അക്കൗണ്ടിലേക്ക് പണം വസൂലാക്കി എന്നത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. തെളിവ്, ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലും അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവർ കൊടുത്ത കൗണ്ടർ പെറ്റീഷൻ ഇവരെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ CCTV ദൃശ്യങ്ങൾ കാണുന്നു, ഇവരെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോകുകയോ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇവർ കാറിൽ കയറി ഓഫീസിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഫ്ലാറ്റിന് താഴെ നിന്ന് സംസാരിച്ചാൽ ഇവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ. കൃഷ്ണകുമാറിനും മക്കൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് എല്ലാ മക്കളും അമ്മയും ഒക്കെ. അപ്പോൾ അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഒച്ചത്തിലും ബഹളത്തിലും സംസാരിക്കേണ്ട, അത് നാട്ടുകാർ കാണും, നാണക്കേടാണ്, ആ പെൺകുട്ടികൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് സംസാരിച്ചു. ആദ്യം പറഞ്ഞത് 9 ലക്ഷം രൂപയാണ്. പക്ഷേ ഇന്നലെ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞത് 4 ലക്ഷം രൂപ. ഇങ്ങനെ നിങ്ങൾ പൈസ മോഷ്ടിച്ചു എന്ന് കണ്ടെത്തിയ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ 4 ലക്ഷം രൂപ അവർ കൊണ്ട് തിരികെ കൊടുത്തിട്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ട് പറഞ്ഞു, കേസും വഴക്കുമൊന്നും ആക്കരുത് എന്ന് പറയുക കൂടി പെൺകുട്ടികൾ ചെയ്തിട്ടുണ്ട്, ഈ യുവതികൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലുമാണ് ഈ കൃഷ്ണകുമാറും ദിയയും പറഞ്ഞ ഇടത്താണ് സത്യമുള്ളത് എന്ന് പോലീസ് പറയുന്നത്. മറ്റേ പെറ്റീഷനെ തട്ടിക്കൊണ്ടുപോകൽ, പണം പിടിച്ചു വാങ്ങിയെന്ന പരാതിയൊക്കെ കൗണ്ടർ പെറ്റീഷനായി എടുക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കൃഷ്ണകുമാർ പറയുന്നത്,
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, പോലീസുകാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. പക്ഷേ എന്നെ കുഴിയിൽ ചാടിക്കാനും എന്നെ പിന്നിൽ നിന്ന് കുത്താനും എൻ്റെ പാർട്ടിക്കാർ ശ്രമിച്ചു, അതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ BJP-ക്കാരെ കുറിച്ച് എന്താണ് ഞാനിനി പറയേണ്ടത്?